ഹായ് ഹലോ എല്ലാവർക്കും ടാരോ ടോക്ക് 1111 എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ റിലേഷൻഷിപ്പ് റീഡിങ്സ് ആണ് നോക്കാൻ പോകുന്നത്. ചെക്ക് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ലേറ്റ് നൈറ്റ് തോട്ട്സ് ആണ്. ഇതൊരു ജനറലായിട്ട് എടുക്കുന്ന റീഡിങ്സ് ആണ്. നിങ്ങൾക്ക് കണക്റ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി, അല്ലാത്തത് വിട്ടേക്കാം. പേഴ്സണൽ റീഡിങ്സ് വേണമെന്നുള്ളവർക്ക് താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. ഓക്കെ, നിങ്ങൾ 1 മിനിറ്റ് ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യുക. ഈ ഒരു റീഡിങ്സിലോട്ട് നിങ്ങളുടെ ഫോക്കസ് കൊണ്ടുവരിക. സ്ലോലി ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക. Six of Wands, 9 of Pentacles, 4 of Pentacles, Ace of Wands, 6 of Cups, 4 of Wands, Knight of Swords, Magician, 7 of Pentacles, Queen of Pentacles. ബോട്ടം ഓഫ് ദ ഡെക്കിൽ നമുക്ക് 7 of Cups ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് വന്നിരിക്കുന്നത് 6 of Wands ആണ്. അവിടെ ലൈക്ക് ഇപ്പോൾ ആ ഒരു വ്യക്തി നിങ്ങളുമായിട്ട് ഇപ്പോൾ എന്തെങ്കിലും ഒരു ആർഗ്യുമെൻറ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി അതിൽ വിൻ ചെയ്തതായിട്ട് അല്ലെങ്കിൽ ജയിച്ചതായിട്ടാണ് ആ ഒരു വ്യക്തി ഇപ്പോൾ കരുതുന്നത്. അതായത് ഇപ്പോൾ നിങ്ങൾക്കിടയിൽ ഒരു ആർഗ്യുമെൻ്റ് ഉണ്ടായി അതിൽ ആ ഒരു കൈൻഡ് ഓഫ് തോട്ടിലൂടെയാണ് ആ ഒരു വ്യക്തി പോണത്. ഞാൻ ജയിച്ചു എന്നൊരു ഇത് ആ ഒരു പേഴ്സൺ നിങ്ങൾക്ക് വിട്ടു തരാൻ തയ്യാറല്ല ഒരിക്കലും. നിങ്ങൾ വേണമെങ്കിൽ ആ ഒരു വ്യക്തിക്ക് വിട്ടു കൊടുക്കണം. അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റി ഉള്ളൊരു പേഴ്സണാണ് അത്. ആ ഒരു വ്യക്തി നിങ്ങളെ വേണ്ട എന്നൊരു രീതിയിലല്ല, പക്ഷേ കുറച്ചുകൂടെ ഒരു സുപ്പീരിയോറിറ്റി കാണിക്കുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് 9 of Pentacles വന്നിട്ടുണ്ട്. അഗെയിൻ ആ ഒരു വ്യക്തി ആ ഒരു സ്ട്രോങ് ആൻഡ് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൊരു പേഴ്സണാലിറ്റിയാണ് കാണിക്കുന്നത്. അതായത് സ്വന്തം സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുന്നൊരു പേഴ്സണായിട്ട്. ആൻഡ് ആ ഒരു വ്യക്തിക്ക് കുറച്ച് ജലസി ഉണ്ട്, അല്ലെങ്കിൽ ഭയമൊക്കെ ഉണ്ട്. നിങ്ങളെ വേറെ ആരെങ്കിലും ലൈക്ക് സംശയരോഗമല്ല, പക്ഷേ കൂടുതലൊരു അസൂയ, ആ ഒരു കൈൻഡ് ഓഫ് ഇതാണ് തോന്നുന്നത്. പൊസസീവ്നെസ് അതൊക്കെ ആ ഒരു വ്യക്തിക്ക് ഉണ്ട്. നിങ്ങളെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു ഭയം അങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പം ആ ഒരു നമ്മളിപ്പോൾ പറഞ്ഞല്ലോ, ആ ഒരു വ്യക്തിക്ക് ആ ഒരു കോൺഫിഡൻസ് ഉണ്ട്, അല്ലെങ്കിൽ സെൽഫ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു പേഴ്സണാലിറ്റിയാണ്. പക്ഷേ എന്നിരുന്നാലും ആ ഒരു വ്യക്തിക്ക് ആ ഒരു നിങ്ങൾ നഷ്ടപ്പെട്ടു പോകുമോ എന്നൊരു ഭയമൊക്കെ ഉണ്ട്. ആൻഡ് നെക്സ്റ്റ് 4 of Pentacles വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വ്യക്തി എല്ലാം ഹോൾഡ് ഓൺ ചെയ്യുന്ന ഒരു ടൈപ്പാണ്. അപ്പം ഈ ഇച്ചിരി നമ്മൾ നേരത്തെ പറഞ്ഞാൽ കുറച്ച് വാശി കൂടുതലാണ്, വിട്ടു തരാൻ തയ്യാറല്ല. അതുപോലെ തന്നെ നിങ്ങളെയും വിട്ടു കൊടുക്കാനും ആ ഒരു വ്യക്തി തയ്യാറല്ല എന്നുള്ളതാണ്. അപ്പോൾ ചെറിയൊരു ഭയവും കാര്യങ്ങളൊക്കെ ആ ഒരു വ്യക്തിക്കുണ്ട്, നിങ്ങളെ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ളതൊക്കെ. ആൻഡ് നെക്സ്റ്റ് Ace of Wands വന്നിട്ടുണ്ട്. അതെന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പോൾ നിങ്ങൾ തമ്മിലൊരു സെപ്പറേറ്റഡ് മോഡിലാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഓൺ ആൻഡ് ഓഫ് മോഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ, എപ്പോഴും നിങ്ങളാണ് അപ്രോച്ച് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് അപ്രോച്ച് ചെയ്യാൻ പോകുന്നു, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാൻ പോകുന്നു. ത്രൂ മെസ്സേജ് ആയിരിക്കാം, കോളായിരിക്കാം, മേ ബി ഒരു മീറ്റിംഗ് പോലെ ആയിരിക്കാം. എന്തായാലും ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ്. ആൻഡ് ആ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, ആ ഒരു രാത്രി ചിന്തകളിലായാലും നിങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് വന്നിരിക്കുന്നത്. ആക്ച്വലി അവർക്ക് ഈ ഒരു ചിന്തകൾ, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് വരണം, ഒരു പ്രോബ്ലം സോൾവ് ചെയ്യണം, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും എന്തോ ഒരിത് ആ ഒരു വ്യക്തിയെ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു വ്യക്തിയുടെ ഒരു ക്യാരക്ടർ ആയിരിക്കാം, അല്ലെങ്കിൽ പുറമേ നിന്നുള്ള ലൈക്ക് ഒരു ഫ്രണ്ടായിരിക്കാം, തേർഡ് പാർട്ടി ആയിരിക്കാം, അറിയത്തില്ല. ആ ഒരു വ്യക്തിക്ക് ഉള്ളിൽ നിങ്ങളോട് സ്നേഹമുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് 6 of Cups വന്നിട്ടുണ്ട്. അഗെയിൻ പാസ്റ്റിലുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു വ്യക്തി ഇപ്പോഴും ഓർക്കുന്നുണ്ട്. നിങ്ങൾക്കിടയിലുണ്ടായിട്ടുള്ള നല്ല നല്ല മൊമെൻറ്റ്സൊക്കെ ഇപ്പോഴും റീകളക്ട് ചെയ്യുന്നുണ്ട്, സന്തോഷിക്കുന്നുണ്ട്. ആൻഡ്
ആ ഒരു കാര്യങ്ങൾ മിസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ ഒരു വ്യക്തി. ആൻഡ് ഈ പറഞ്ഞ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു റീയൂണിയൻ്റെ ഒരു ഇത്, അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ നിങ്ങളെ റീകണക്ട് ചെയ്യാനുള്ള ചാൻസസ് ഹൈ ആയിട്ടാണ് നമുക്കിവിടെ കാണുന്നത്. അതിന് ശേഷം നമുക്ക് 4 ഓഫ് വാണ്ട്സ് ആണ് വന്നിട്ടുള്ളത്. അഗെയിൻ ആ ഒരു പിക്ചറിൽ കാണുന്ന പോലെ തന്നെ വിത്ത് യൂണിവേഴ്സൽ സപ്പോർട്ട്, ആ ഒരു ഡിവൈൻ ടൈമിങ്ങിൽ നിങ്ങൾ എന്താണ് ഒന്നും കൂടെ കൂടിച്ചേരുകയും, ആ ഒരു പിക്ചർ എന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു സെലിബ്രേഷൻ അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെൻറ്റിൻ്റെ ഒരു പിക്ചറാണ്. അപ്പം നിങ്ങൾക്ക് ഇടയിലുള്ള അതൊക്കെ സോർട്ട് ഔട്ട് ചെയ്ത് സോൾവായി നിങ്ങളൊന്നും കൂടെ ഒന്നിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ആ ഒരു ഡിവൈൻ ടൈമിങ്ങിൽ. ഓക്കെ, അതിന് ശേഷം ഓക്കെ, ആ നിങ്ങൾ തമ്മിലുള്ള ഒരു ഒന്നിക്കുന്ന കാര്യങ്ങളും അതൊക്കെ ആ ഒരു വ്യക്തി ചിന്തിക്കുന്നുണ്ട്. സത്യത്തിൽ ആ ഒരു വ്യക്തി നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്, നിങ്ങളെ നഷ്ടപ്പെടുമെന്ന് ഭയമൊക്കെ ഉണ്ട്. പക്ഷേ ആ ഒരു പേഴ്സൺ ചിലപ്പോൾ ഈഗോ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു വ്യക്തി ആ ഒരു പേഴ്സണെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് കൊണ്ടായിരിക്കാം ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരാൻ വൈകുന്നത്. അടുത്തത് നൈറ്റ് ഓഫ് സോഡ്സ്. ഓക്കെ, സോ അതെന്ന് പറയുമ്പം ആ ഒരു വ്യക്തി എല്ലാം എടുത്തുചാട്ടം പോലെയാണ്. ഓക്കെ, ഇപ്പോൾ എന്തുണ്ടെങ്കിലും ഇപ്പോൾ ഒരു കാര്യം അറിയണമെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ അറിയണം, ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ ചെയ്യണം, അല്ലെങ്കിൽ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അത് അപ്പം തന്നെ നേടണം. അങ്ങനത്തെ ഒരു ഇതാണ്. എല്ലാം ഒരു എടുത്തുചാട്ടം പോലെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഒന്നും ചിന്തിക്കാതെ അല്ലെങ്കിൽ ഓവർ തിങ്ക് ചെയ്യുന്നു, ഒരു കാര്യം വ്യക്തമായി ചിന്തിക്കാതെ എടുത്തുചാടി ചെയ്ത് പോകുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് മജീഷ്യൻ വന്നിട്ടുണ്ട്. അപ്പോൾ അത് മാനിഫെസ്റ്റേഷൻ്റെ കാർഡാണ്. അപ്പോൾ ആ ഒരു വ്യക്തി ഇപ്പോൾ ഈ ചിന്തിക്കുന്ന കാര്യങ്ങൾ, നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന കാര്യങ്ങൾ നേരത്തെ കണ്ട പോലെ ആ ഒരു സെലിബ്രേഷൻ അല്ലെങ്കിൽ റിയൂണിയൻ്റെ കാർഡൊക്കെ കണ്ടില്ലേ, സോ അതൊക്കെ മാനിഫെസ്റ്റ് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. ഇപ്പോൾ ഒരു സ്പിരിച്വൽ ജേണിയിലൂടെയാണ് നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് ഹോപ്പ്ഫുള്ളി നിങ്ങളും ആ ഒരു പേഴ്സണുമായിട്ടുള്ള പ്രോബ്ലംസൊക്കെ സോൾവായി നിങ്ങൾ റിയൂണിയൻ സംഭവിക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് എന്നുള്ളതാണ്. ആൻഡ് നെക്സ്റ്റ് നമുക്ക് 7 ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നുന്നത് ആ ഒരു വ്യക്തി നിങ്ങളുടെ സൈഡിൽ നിന്നും ഉള്ളൊരു മൊമെൻറ്റ്, അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്നത് നോക്കി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതായിട്ടാണ് തോന്നുന്നത്. നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളിപ്പോൾ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി ഇപ്പോഴും പ്രതീക്ഷയോടുകൂടി ഇരിക്കുന്നതിൻ്റെ ഒരു സൈനാണത്. ആൻഡ് ഫൈനലി ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് കണ്ടു. അപ്പോൾ അതെന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളെയാണ് ആ ഒരു വ്യക്തി ഒരു ഫ്യൂച്ചർ എന്താ പറയുക, ഒരു ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുമ്പോൾ ആ ഒരു വ്യക്തിനെ സപ്പോർട്ടീവായിട്ട് നിൽക്കുന്നതും, അപ്പം ആ ഒരു രീതിയിലാണ് നിങ്ങൾ ആ ഒരു പേഴ്സൺ കാണുന്നത്. അപ്പോൾ നിങ്ങൾ ആ ഒരു വ്യക്തിയെ കെയർ ചെയ്യുന്നതും അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു പ്രസൻസും അതൊക്കെ ആ ഒരു വ്യക്തിക്കൊരു സ്ട്രെങ്ത് ആണ് എന്നുള്ളതാണ്. ആൻഡ് ബോട്ടം ഓഫ് ദ ഡെക്കിൽ നമുക്ക് 7 ഓഫ് കപ്സ് ആണ് വന്നിട്ടുണ്ടായിരുന്നത്. അതെന്ന് പറയുമ്പോൾ ഒരു വ്യക്തി ഇപ്പോൾ ഒരുപാട് കാര്യങ്ങളിൽ കൺഫ്യൂസായിട്ട് നിൽക്കുകയാണ്. അതായത് ഒരുപാട് ചിന്തകൾ, ഒരുപാട് ഭയം, അങ്ങനെയൊക്കെ ഒന്ന് സ്റ്റക്കായി നിൽക്കുന്നതാണ് ഇപ്പോൾ കറൻ്റ്ലി ആ ഒരു വ്യക്തിയുടെ എനർജി എന്ന് പറയുന്നത്. ഈ രാത്രിയിലൊക്കെ ഒരുപാട് ചിന്തകൾ, ഇമോഷൻസിലൂടെയൊക്കെയാണ് ആ ഒരു വ്യക്തി കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ അവർക്ക് എന്താണ് ആ ഒരു ട്രൂ ഫീലിങ്സ് എന്ന് പോലും ചിലപ്പോൾ അവർക്ക് മനസ്സിലാവത്തില്ല. ഓക്കെ, അങ്ങനെ ചെയ്തു പോകുന്ന തീരുമാനങ്ങൾ അല്ലെങ്കിൽ എടുത്തു ചാടി ചെയ്യുന്നൊരു ഇതൊക്കെ ആയിരിക്കാം. പക്ഷേ ആ ഒരു വ്യക്തിയുടെ ഉള്ളിൽ നിങ്ങളോട് തീർച്ചയായും സ്നേഹമുണ്ട്, നിങ്ങളായിട്ട് റീകണക്ട് ചെയ്യണം എന്നുള്ള ആഗ്രഹം എല്ലാ ഒരു വ്യക്തിക്കും ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഓവറോൾ റീഡിങ്സിൽ നോക്കുമ്പോഴത്തേക്കും ആ ഒരു വ്യക്തിയുടെ ചിന്തകളിൽ നിങ്ങൾ ഉണ്ട്, നിങ്ങളെ നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള ഭയമുണ്ട്, നിങ്ങളോടുള്ള ഡീപ്പ് ലവ് ഉണ്ട്, നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ മെമ്മറീസ് ഉണ്ട്, എല്ലാം ആ ഒരു വ്യക്തിയുടെ ചിന്തകളിലുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, സോ ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് ലൈക്ക് തരിക. ആൻഡ് ഇതുപോലുള്ള വീഡിയോസിനെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സോ എല്ലാവർക്കും നല്ലൊരു ദിനം നേരുന്നു.